नमस्ते। आज की कक्षा में सबको स्वागत। കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കവിത എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബീജ് വ്യത എന്ന പേരുള്ള കവിത തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. कविता का विषय यहाँ एवच या एगल बीजों का व्यापन, इसके बारे में हमारे गीतों के बारे में पाठकों को सचेत कराने के लिए कवि ये कविता लिखते हैं. बीज वेदर നമ്മൾ പറഞ്ഞു कवि का कहना है कि गीत गिलहन से संग्रहित या कुंडलों और बड़े पात्रों और मिट्टी के बर्तनों में सुरक्षित उस बीज को स्वप्न तुल्य मेघ देखते थे. ये दोपहर के समय प्रतिदिन सूखते देखते थे. വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് दोपहर की झलकती धूप में आलस्य भरा शरीर की निद्रालस या आंखें मूंद कर उस बीच अपने गर्भपात्र से भारत के गीतों में तितली की समान फूलने के लिए उत्सुक है या तैयार है. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പറയുന്ന കവി പറയുന്നത് നമ്മുടെ പാടത്ത് കൃഷിസ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കൃഷിസ്ഥലത്ത് നിന്ന് നമ്മൾ വിത്ത് ധാന്യപ്പുരയിൽ വലിയ വലിയ പാത്രങ്ങളിലും അതുപോലെ തന്നെ മൺപാത്രങ്ങളിലൊക്കെ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് എടുത്തു വയ്ക്കുന്നു എന്ന് പറയുന്നത്. ആ ഉണക്കി സൂക്ഷിച്ച് എടുത്തു വയ്ക്കുന്നത് സ്വപ്നതുല്യമായിട്ടുള്ള മേഘങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല നല്ല വെയിലത്ത് ഈ വിത്ത് ഉണങ്ങി അത് അടുത്ത പ്രാവശ്യം അത് മുള പൊട്ടിയിട്ട് അതിൻ്റെ തൊണ്ട് പൊട്ടി, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്, അതായത് മുളച്ചു വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന വിത്തുകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇത് എന്തിനെ പോലെ എന്ന് പറയുന്നത് ഖേത്തോമേം പീലി തിത്തിലോക്കി തര മണ്ഡ്രാത്തേത്തെ എന്ന് പറയുന്നത്, ഭ്രമണം കർത്തേത്തെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ കൃഷിസ്ഥലത്ത് വിതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറംതൊണ്ട് പൊട്ടി അത് പുറത്തേക്ക് വരാനായിട്ട് വെമ്പി നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അത് പാടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പൂമ്പാറ്റങ്ങളിനെ പാറിപ്പറന്ന് നടക്കുന്നത് പോലെ ഈ വിത്തുകൾ മുള പൊട്ടാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് വേ ബീജ് അനന്യ അന്നോം കെ ഏകൽ ബീജ് ഹേ. ഇവിടെ പറയുന്നുണ്ട് ഏ ബീജ്, ഈ വിത്തുകൾ എന്ന് പറയുന്നത് അപ്രാബി ഹേ അവർ അന്നോം കെ ഏകൽ ബീജ് ഹേ. അതായത് ഇവിടെ പറയുന്നുണ്ട് ഒരേ ഒരു വിത്താണ്, അതായത് ഒറ്റത്തവണ മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന വിത്താണെന്ന് പറയുന്നത്. അതുമാത്രമല്ല അനാദികാൽസേ ജീവൻ പരമ്പരാക്ക अंतिम वंशज है, अंतिम बीज है. उस परंपरागत जीवन का अंतिम बीज है ये बीज. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ലക്ഷ്യം പറയുന്നുണ്ട്. ഇവിടെ കൃഷിക്കാരെന്ത് ചെയ്യുന്നു, अपना भारत के अन्नकोशों को भरने के लिए समृद्धि लाने के लिए किसानों के द्वारा ये बीज को संग्रहित करते हैं. ഇവിടെ കൃഷിക്കാർ മുഖേന, അതായത് അവരുടെ ധാന്യപ്പുരകൾ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ കൃഷിക്കാർ വീണ്ടും കൃഷി ചെയ്യാനായിട്ട് വിത്തുകൾ അവിടെ സംഭരിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഐസേ ബീജോം കാ ലക്ഷ്യ പര്യാവരൺ കെ അനുകൂൽ എന്താ പറയുന്നത് ഉഗ്നെ കെ ലിയെ അല്ലെങ്കിൽ ഉഗാക്കർ അന്നസമൃദ്ധി കെ ലിയെ അല്ലെങ്കിൽ അന്നസമൃദ്ധി പ്രദാൻ കർണേ കെ ലിയെ യേ ബീജ് ഉത്സുക് രഖ്തേ ഹേ. ഉസ്കാ ലക്ഷ്യ യഹ്, അതിൻ്റെ അവരുടെ ലക്ഷ്യം അതാണെന്ന് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട് യഹാ തിത്ലിയോं की तरह मार दिए गए हैं, ये बीजों को तितली के समान मारा गया है. അതിനെ കൊല്ലപ്പെടുന്നു, അതായത് പൂമ്പാറ്റകളെ കൊല്ലുന്നത് പോലെ തന്നെ കൊല്ലപ്പെടുന്നത് പോലെ ഈ വിത്തുകളവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു സുദൂർ पश्चिम के जीन बैंक में बीज संग्रहालय में सुदूर पश्चिम जो उतना भी नहीं है, बस उतना ही जितना निवाले से मुह सुदूर पश्चिम जो पुरातन मायावी स्वर्ग का है अधुनादन प्रतिरूप. അവിടെ പറയുന്നുണ്ട് यहाँ सुदूर पश्चिम के जीन बैंक में पश्चिम देश से आने वाले ये बीज जीन बैंक में और बीज संग्रहालय में ജീൻ ബാങ്കുകളിൽ അതുപോലെ വിത്ത് സംഭരണ കേന്ദ്രങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നത് ഇതിനെ സംഗ്രഹീത് ഹേ, അതിനെ കളക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്.
यहाँ सुदूर पश्चिम जो उतना दूर भी नहीं है, यहाँ सुदूर पश्चिम, ये पश्चिम उतना दूर नहीं है, बस उतना ही जितना निवाले से मुह, അതായത് ബഹുത്ത് ദൂർമേ നഹി, പശ്ചിം എന്ന് പറയുന്നത് വളരെ അകലെയല്ല, നമ്മുടെ ഒരു ഉരുള വായിൽ കൊള്ളാവുന്ന അത്ര ദൂരം മാത്രമേ ഉള്ളൂ ഈ പശ്ചിം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ അവിടേക്ക് പോകാനായിട്ട് വരാനായിട്ട് സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങളുടെ സൗകര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സാധനം വളരെ അകലെയല്ല എന്ന് പറയുന്നത് പശ്ചിം എന്ന് പറയുന്നത്. सुदूर पश्चिम के जीन बैंक में और बीज संग्रहालय में एवज बीज सुरक्षित रखा गया है. ഈ വിത്തുകൾ ഈ വിത്ത് സംഭരണ കേന്ദ്രങ്ങളിലൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. വ സുദൂർ പശ്ചിം പുരാനെ കാൽ മേ മായാവി സ്വർഗ था, उसके उसी तरह प्रतीत होता था. അതായത് മായാസ്വർഗം പോലെയാണ് പുരാതന കാലത്ത് ഈ വളരെ അകലെ കിടക്കുന്ന ഈ പശ്ചിമ ദേശം എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രതീതമായിരുന്നതെന്ന് പറയുന്നത്. യഹ് ഉത്തന ദൂർ ബി നഹി ഹി, അത് അത്രയ്ക്ക് അകലെയൊന്നുമല്ല എന്ന് പറയുന്നത്. ക്യോംകി ഹമാരി യാത്ര കാ രഫ്താർ പ്രതിദിൻ ബഡ്താ ഹി, അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ആ രഫ്താർ, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ദിവസം തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അകലെയല്ല എന്നാണ് പറയുന്നത്. യഹ് പശ്ചിം അദുനാഥൻ കാ പ്രതിരൂപ് ഹേ, ഇവിടെ പറയുന്നുണ്ട് അദുനാഥൻ പ്രതിരൂപ്. യഹ് പശ്ചിം ജോ पुरातन मायावी स्वर्ग है, पुराने काल का मायावी स्वर्ग है और अधुनादन प्रतिरूप है, आजकल का प्रतिरूप है, आधुनिकता का प्रतिरूप है. यहाँ नंदनवन अनिंद्य जहाँ से निकल कर आते हैं वे पुष्ट दुष्ट संकर बीज भारत के गेतों पर चा जाने. ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, നന്ദൻവൻ അനിന്ദ്യ, നന്ദൻവൻ എന്ന് പറഞ്ഞാൽ നന്ദനവനം, ഇന്ദ്രൻ്റെ പൂന്തോട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അനിന്ദ്യം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ട്, അനിന്ദ്യം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ളത്, അതായത് ദോഷങ്ങളൊന്നും ഇല്ലാത്ത പവിത്രമായിട്ടുള്ളത്. ജഹാം സേ നിക്കൽ കർ ആത്തേ ഹേ വേ പുഷ്ട ദുഷ്ട സങ്കർ ബീജ്, സങ്കര വിത്തുകൾ. എങ്ങനെയാണ് പുഷ്ട ദുഷ്ട, ദുഷ്ടത കൊണ്ട് പുഷ്ടിപ്പെട്ട, എന്താണ് സങ്കർ ബീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കര വിത്തുകൾ. പുഷ്ട ദുഷ്ട സങ്കർ ബീജ്, ഏവജ് ബീജ് എന്ന് വേണമെങ്കിൽ എന്നൊരു പറയും. അതായത് ഒരുത്തുനിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്, റീപ്ലേസ് ചെയ്ത് വരുന്നത് തന്നെയാണ് നമ്മളത് പറയുന്നത്. ഹമാരെ ഗേത്ത് നന്ദൻവൻ കെ സമാൻ പവിത്ര ഹേ, നമ്മുടെ വയലുകൾ എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പൂന്തോട്ടം പോലെ, നന്ദനവനം പോലെ വളരെ പവിത്രമാണ്, ദോഷങ്ങളൊന്നുമില്ലാത്തതാണെന്ന് പറയുന്നത്. जहाँ से निकल कर आते हैं वे पुष्ट दुष्ट संकर बीज, ये पुष्ट दुष्ट संकर बीज या एवज बीज എന്താ പറയുന്നത്, यहाँ हमारे भारत के गेतों में आते हैं. इस पवित्र गेत में, भारत के गेत नंदनवन के समान है, पवित्र है. इस पवित्र भारत के गेतों में छाने के लिए, फैलाने के लिए ये हष्ट पुष्ट या പുഷ്ട് ദുഷ്ട് സങ്കർ ബീജാത്തെ ഹേ, ഈ സങ്കര ഇനം വിത്തുകൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പവിത്രമായിട്ടുള്ള ഭാരതത്തിൻ്റെ വയലുകളിലേക്ക് ഈ വിത്തുകൾ, സങ്കര വിത്തുകൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത്. ഭാരത് കെ ഗേത്തോं पर छा जाने दुबले एगल भारतीय बीजों को बहियाकर आते हैं वे आक्रांता बीज टिड्डी दलों की तरह छाते आकाश भूमि को अंदर आते. यहाँ की मिट्टी में जड़ें जमाने, फैलने फूलने, रासायनिक खादों और कीटनाशकों के जहरीले संयंत्रों की आयादी तकनीक आती है पीछे पीछे. എന്താ പറയുന്നത്, भारत के गेतों में, भारत के पवित्र गेतों में, कवि का कहना है कि भारत के पवित्र गेतों में छा जाने के लिए इस प्रकार के पुष्ट दुष्ट संकर बीज आते हैं, पश्चिम से आते हैं, पश्चिम के संग्रहालय से आते हैं, बीज संग्रहालय से आते हैं. ഇവിടെ പറയുന്നത് ദുബലെ ഏകൽ ഭാരതീയ ബീജോं को ബഹിയാക്കർ, അതായത് വളരെ എന്താ പറയുക, വളരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള ഏകൽ ഭാരതീയ ബീജോം കോ, ഏകൽ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ കൃഷി ചെയ്യുന്നത്, ഏകൽ ഭാരതീയ ബീജോം കോ ബഹിയാക്കർ, ബഹിയാക്കർ എന്ന് പറഞ്ഞാൽ ബഹിഷ്കൃത് കർക്കെ, ബഹിഷ്കരിച്ചിട്ട്, വേണ്ടാന്ന് വെച്ചിട്ട്. ഇവിടെ പറയണത് ഭാരത് കെ ഗേത്തോം പർ ചാ ജാനെ കെ ലിയെ, എന്താണ് വരുന്നത്,
संग्रहालय से सुरक्षित रखा गया है। ये ബീജ് സങ്കർ ബീജ് യഹാ ഭാരത് കെ പവിത്ര ഗേത്തോമേ ആത്തെ ഹേ. ഭാരതത്തിൻ്റെ പവിത്രമായിട്ടുള്ള വയലുകളേക്ക് ഈ ബീജ് സംഭരണ വിത്ത് സംഭരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വിത്തുകൾ വരുന്നു എന്ന് പറയുന്നത്. കവി കാ കഹന യഹ് ഹേ കി ഹമാരെ പരമ്പര കാ ബീജ് ഉസ് വംശ കാ അന്തിം വംശജ് ഹോഗ. പറയുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പരമ്പരയിലെ വിത്ത് എന്ന് പറയുന്നത് ആ വംശത്തിൻ്റെ തന്നെ ഒറ്റത്തവണ കൃഷി ചെയ്യുന്ന അന്തിം വംശജ് ബീജ് ഹേ. അത് അവസാനത്തെ വിത്തായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെയും ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ ഈ ഏകൽ ബീജോക്കോ ബഹിഷ്കൃത കറക്കി അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് വി ആത്തെ ഹേ അവർ വരുന്നു. ആരാണ് വരുന്നത്? പുഷ്ട് ദുഷ്ട് സങ്കർ ബീജ്, അതായത് സങ്കര ഇനം വിത്തുകൾ നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്നു. വേ ആക്രാന്ത ബീജ് ടിഡ്ഡി ദളോം കീ തര ചാത്തേ ആകാശ്. ടിഡ്ഡി ദളം എന്ന് പറഞ്ഞാൽ ടിഡ്ഡി എന്ന് പറഞ്ഞാൽ വെട്ടുകിളികൾ. ടിഡ്ഡി ദളം എന്ന് പറഞ്ഞാൽ വെട്ടുകിളിയുടെ കൂട്ടം, വെട്ടുകിളിക്കൂട്ടം. ആക്രാന്ത, ആക്രാന്ത എന്ന് പറഞ്ഞാൽ ആക്രമിക് എന്നുള്ള അർത്ഥം. അതായത് റീപ്ലേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏവജ് ബീജ്, ആ റീപ്ലേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന വിത്തുകൾ ടിഡ്ഡി ദളോം കീ തര ആകാശമേ ഫൈലാത്തേ ഹേ. അതായത് വെട്ടുകിളി കൂട്ടം ആകാശത്ത് പറന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഏ ഭൂമിക്കോ അന്ധകാരമായി ബനാദേത്തേ ഹേ. ആ ഭൂമിയെ ഇരുട്ട് നിറഞ്ഞതാക്കിയിട്ട് തീർക്കുന്നു. ആ ഒരു കൂട്ടം വെട്ടുകിളിക്കൂട്ടം ആകാശത്ത് പറന്ന് നടക്കുമ്പോൾ ആ കൂട്ടത്തിൻ്റെ അത് ആ വെളിച്ചത്തെ തന്നെ അവിടെ മങ്ങലേൽപ്പിക്കുന്നു പറയുന്നത്, അവിടെ ഇരുട്ടുമയമാക്കിയിട്ട് തീർക്കുന്നു എന്ന് പറയുന്നത്. ഭൂമിക്കോ അന്ധകാരമയ ബനാത്താ ഹേ, ഭൂമിയെ അന്ധകാരമയമായിട്ട് തീർക്കുന്നു. അപ്പോൾ ഈ പുഷ്ട് ദുഷ്ട് സങ്കർ ബീജ് കിസ്കി തര ഹേ, ടിഡ്ഡി ദളോം കീ തര ഹേ. ഈ വെട്ടുകിളിക്കൂട്ടം പോലെയാണ്. ഏ ആകാശമേ വ്യാപ്ത് ഹോത്താ ഹേ, അത് ആകാശത്തിലാകെ പരക്കുന്നു, വ്യാപിക്കുന്നു എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ടത്? ഏ ഭൂമിക്കോ അന്ധകാരമായി ബനാദേത്തേ ഹേ, അതിനെ നമ്മുടെ ഭൂമിയെ അന്ധകാരമയമാക്കിയിട്ട് തീർക്കുന്നു. യഹാം കി മിട്ടി മേ ജഡേ ജമാനെ ഫൈൽനെ ഫൂൽനെ. എന്ത് ചെയ്യുന്നു? യേ സങ്കർ ബീജ് യഹാം ഭാരത് കെ മിട്ടി മേ ജഡേ ജമാനെ, ജഡേ ജമാക്കർ, അതായത് അവിടെ വേരുറപ്പിച്ചുകൊണ്ട്, ജഡേ ഫൈലാക്കർ വേരുറപ്പിച്ചുകൊണ്ട്, ഫൂൽനെ വാലേ ഹേ, ഫൈലിനെ ഫൂൽനെ വാലേ ഹേ. ഈ സങ്കരയിന വിത്തുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മണ്ണിലെ, ഭാരതത്തിൻ്റെ മണ്ണിലെ വേരുറപ്പിക്കുന്നു. അങ്ങനെ അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നു. ശീഘ്ര ഹി ഏവജ് ബീജ് ഭാരത് കെ സഭി ഗേത്തോമേ വ്യാപ്ത് ഹോക. വളരെ പെട്ടെന്ന് തന്നെ, ജൽദി ഹി, വളരെ പെട്ടെന്ന് തന്നെ ഏവജ് ബീജ് ഭാരത് കെ സഭി ഗേത്തോമേ വ്യാപ്ത് ഹോക. ഈ ഭാരതത്തിൻ്റെ ഓരോ പാടത്ത് അല്ലെങ്കിൽ എല്ലാ പാടങ്ങളിലും എല്ലാ വയലുകളിലും ഈ വിത്തുകൾ അവിടെ വ്യാപിക്കുമെന്നാണ് പറയുന്നത്. രാസായനിക് ഘാതോം അവർ കീടനാശകം കെ ജഹരീലെ സംയന്ത്രം കി ആയാദിത് തക്നീക്ക് ആത്തി ഹേ പീച്ചെ പീച്ചെ. ഇത് കൂടാതെ ഈ സങ്കർ ബീജ് ആത്തേ ഹേ, സ്കെ അലാവ, അതുകൂടാതെ രാസായനിക് ഘാത് രാസവളങ്ങൾ, അവർ കീടനാശിനികൾ, സ്കെ ജഹരിയിലെ സംയന്ത്രം കി, സംയന്ത്രം എന്ന് പറഞ്ഞാൽ യന്ത്രസമൂഹങ്ങൾ. ഇപ്പോൾ ജഹരിയിലെ വിഷയില കീടനാശക്, അതായത് വിഷം നിറഞ്ഞ കീടനാശിനികൾ, അതുപോലെ തന്നെ യന്ത്രസമൂഹ്, ആയാദിത് തക്നീക്ക് ആത്തി ഹേ പീച്ചെ പീച്ചെ, ഉസ്കെ പീച്ചെ പീച്ചെ, സങ്കർ ബീജ് കെ പീച്ചെ പീച്ചെ. ഈ വിത്തുകളുടെ പിന്നാലെയായിട്ട് എന്തൊക്കെ വരുന്നു പറയുന്നത്? രാസായനിക് ഘാതാത്തേ ഹേ, ജഹരിയിലെ കീടനാശകാത്തേ ഹേ, അവർ ആയാദിത് തക്നീക്ക് ആത്തി ഹേ. തക്നീക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്ക്, ആയാദിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന, ഇമ്പോർട്ട് ചെയ്യുന്ന. യഹാം ആയാദിത്, ആയാദ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യുക. आयादी तकनीक आती है. इसके अलावा സംയന്ത്രം की ടെക്നിക്ക് ആയാദ് ആത്തി ഹി, അതും ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത്, നമ്മുടെ വിത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വിത്തുകളെ ബഹിഷ്കരിച്ചുകൊണ്ട് അന്യദേശങ്ങളിൽ നിന്ന്, പശ്ചിമ രാജ്യങ്ങളിൽ നിന്ന് പുതിയ ഇനം വിത്തുകൾ വരുന്നു. ആ വിത്തുകൾ വരുന്നതിന് പിന്നാലെ തന്നെ അത് വെട്ടുകിളിക്കൂട്ടം എങ്ങനെയാണോ പാടത്ത് ആകാശത്ത് പറന്നു നടക്കുന്നത്, അതുപോലെയാണ് ഇത് മണ്ണിൽ വ്യാപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാസവളങ്ങൾ, വിഷം നിറഞ്ഞ കീടനാശിനികൾ, അതുപോലെ തന്നെ പുതിയ പുതിയ യന്ത്രങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. തുമാര ഗർ ഉജാഡ് കർ
अपना घर भरने वाली आयादी तकनीक, यहाँ के अन्न जल में जहर भरने वाली शिशु मुख से लगी माम की छाती के अमृतोपम दूध तक में कहर ढाने वाली बगैर कुहराम. എന്താ പറയുന്നത്? തുമാരാ ഗർ ഉഛാഡ് കർ അപ്പനാ ഗർ ഭർനെ വാലി തക്നീക്ക് ആയാദ് കർത്തി ഹേ. സ്വന്തം വീട് അതിനെ ഉഛാഡ് കർ, ഉഛാഡ് എന്ന് പറഞ്ഞാൽ നാശ് കർക്കെ എന്ത് ചെയ്യുന്നു? അപ്പനാ ഗർ ഭർനെ വാലി, സ്വന്തം വീട്, അതായത് തുമാര ഗർ ഉഛാഡ് കർ അപ്പനാ ഗർ ഭർനെ വാലി തക്നീക്ക് യഹാമാത്തെ ഹേ. അങ്ങനെയുള്ള അതിനുള്ള ടെക്നിക്ക് അടക്കം ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. യഹാം കെ അന്ന ജൽ മേ ജഹർ ഭർനെ വാലി ഹേ. ഇവിടെ പറയുന്നത് ഹമാര ഖേത്ത് ഹമാര ഗർ ഹേ, നമ്മുടെ വയലെന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീട്, അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ പാടം അത് തന്നെയാണ്, നമ്മുടെ സ്വന്തമായിട്ട് കൃഷിക്കാർക്ക് അത് തന്നെയാണ് വീട് എന്ന് പറയുന്നത്, സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഗർ ഉച്ചാഡ് കർ घर नाश करके अपना घर भरने वाली है, उसका ടെക്നിക് ബി ആയത് കർത്തി ഹി. അതിൻ്റെ ടെക്നിക്സൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. തക്നീക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്ക്, ആയാത് ഹോഗ അതും ഇറക്കുമതി ചെയ്യുമെന്ന് പറയുന്നത്. യഹാം കെ അന്ന ജൽ മേ ജഹർ ഭർനെ വാലി, ജഹർ എന്ന് പറഞ്ഞാൽ വിഷ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ പുതിയ പുതിയ രാസവളങ്ങൾ, കീടനാശിനികൾ, വിഷം നിറഞ്ഞത് യന്ത്രങ്ങൾ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗർ ഉജാഡ് കർ ഗസ് അപ്പനെ ഗർക്കോ തുമാരെ ഗർക്കോ നാശ് കർക്കെ അപ്പന ഗർ ഭർനെ വാലി തക്നീക്ക് ആയത് ഹോഗ, അതിൻ്റെ ടെക്നിക്ക് അവിടെ ഇറക്കുമതി ചെയ്യുന്ന പറയുന്നത്. യഹാം കെ അന്ന ജൽമേ ജഗർ ഭർനെ വാലി ഹേ. ഇവിടെ എന്താ പറയുന്നത്? അന്ന ഔർ ജൽമേ, അന്നത്തിലും വെള്ളത്തിലും എന്ത് വരുന്നു? വിഷ് ഭർനെ വാലി ഹേ, വിഷം നിറയുന്നു. അപ്പോൾ കീടനാശിനികൾ, വളങ്ങൾ, രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവുന്നു എന്ന് പറയുന്നത്? യഹാം ഭാരത് കെ ഖേത്ത് മേ യാ അന്ന ഔർ ജൽ മേ ജഹർ യാ വിഷ് ഭർനെ വാലി ഹേ, വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു. जहर भरने वाली शिशु मुख से लगी माम की छाती के അമൃതോപം ദൂത് തക്ക്. അമൃതോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതിനെ പോലെയുള്ള, അമൃതോപം എന്ന് പറഞ്ഞാൽ അമൃത് ജൈസ, അമൃത് ബരാബർ, അമൃത് പോലെയുള്ള. ഇവിടുന്ന് എന്താ പറയുന്നത്? ജഹർ ഭർനെ വാലി ശിശു മുഖ് സേ മാം കി ഛാത്തിക്ക് അമൃതോപം ദൂത് തക്ക്. ഇപ്പം മാം കി ഛാത്തി സേ മിൽനെ വാല അമൃത് ജൈസ ദൂത് തക്ക് വിഷേല ഹോ ജായേഗ. ആ പാൽ ഒരു അമ്മയുടെ പാലടക്കം വിഷം നിറഞ്ഞതായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പം അമൃത് ജൈസ അല്ലെങ്കിൽ അമൃത് കെ സമാൻ ദൂത് തക്ക് വിഷേല ഹോ ജായേഗ, അതും വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. ജഹർ ഭർനെ വാലി ശിശു മുഗ്, അതായത് ഇവിടെ വിഷം നിറഞ്ഞ ആ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഉസ് ശിശു കെ മുഗ് സേ എന്ത് വരുന്നു? ജോർ സേ യേ ശിശു ചില്ലായേഗ, അത് ഉസ്കാ രോദൻ ഹമേ സുൻ സക്ത, അതിൻ്റെ കരച്ചിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കഹർ ഢാനെ വാലി, കഹർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, ഖത്ര. ഢാനെ വാലി എന്ന് പറഞ്ഞാൽ നാശ് കർനെ വാല. ബഗേർ എന്ന് പറഞ്ഞാൽ കെ ബിന, കൂടാതെ. കുഹറാം എന്ന് പറഞ്ഞാൽ രോദൻ. അപ്പോൾ ഇത് കൂടാതെ മാം കി ഛാത്തിക്ക് അമൃത് ജൈസ ദൂത് തക്ക് വിഷേല ബൻ ജായേഗ, വിഷേല ഹോ ജായേഗ. और जहर विष भरने वाली शिशु के മുഖ് സേ രോദൻ ബി ആയേഗ, അതിൻ്റെ വായിൽ നിന്ന് എന്താണ് പറയുന്നത്? ഈ വിഷം കലർന്ന പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കരച്ചിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ये कहर ढाने वाली, ये माम की छाती के दूध के अलावा, അത് കൂടാതെ उसके बिना नाश करने वाला घेतरा भी आ जाएगा. ये दूध पीकर ये बच्चा भी रोता है, കുട്ടി പോലും കരയുന്നു. ये ചില്ലായേക, അത് കരയുന്നു, ബഹളം വയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് എന്താണ്? യഹാ കവി സാരേ വാതാവരൺ വിഷേല ഹോ ജാനെ കാ അനുമാൻ കർത്തി ഹേ. ഇവിടെ കവി പറയാണ് എല്ലാ നമ്മുടെ എൻവയോൺമെൻറ്റ് മുഴുവനായിട്ട്, അതായത് നമ്മുടെ അന്തരീക്ഷം മുഴുവനായിട്ട് എന്തായിത്തീരുന്നു പറയുന്നത്? വിഷേല ഹോ ജാനേക്ക, ഇവിടെ വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു എന്നാണ് കവിയുടെ അനുമാനം. കവി ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ കുഞ്ഞു കുടിക്കുന്ന അമ്മയുടെ പാല് പോലും അവിടെ
വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു. അതായത് മൊത്തം നമ്മുടെ ഭാരതം മുഴുവനായിട്ട് വെള്ളത്തിലായാലും അന്നത്തിലായാലും വിഷം നിറഞ്ഞതായിട്ടത് മാറുന്നു എന്ന് പറയുന്നത്. വേ ബീജ് ഭാരത് ഭൂമിക്ക് അദ്ഭുത ജീവൻ സ്ഫുലിംഗ് अन्नात्मा अनन्य जो यहाँ बस बहुत बूढ़े किसानों की स्मृति में ही बचे हुए, दिनों दिन धुंधलाते दूर से दूर दर खोए जाते, निर्जल अतीत में जाते जाते हमें सजल आंखों से देते हैं कि हाँ हमारी भी आंखें सजल. എന്താ പറയുന്നത്? വേ ബീച്ച് എന്ന് പറയുന്നത് ഭാരത് കെ അന്തിം ബീജ് പറയുന്നത് परंपरा का अंतिम बीज. वह बीज भारत भूमि के अद्भुत जीवन स्फुलिंग. ഈ ഭാരത് കെ പരമ്പരാഗത ബീജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? നമ്മുടെ ഭാരത് ഭൂമിക്ക് പരമ്പരാഗത അത്ഭുത ബീജ് യേ ജീവൻദായി ഹേ ജീവൻ സ്ഫുലിംഗ് ഹേ, ജീവൻ കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ജീവൻ സ്ഫുലിംഗ് എന്ന് പറഞ്ഞാൽ ജീവൻദായി ഹേ. അപ്പോൾ ഈ ബീജ്, ഈ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ തന്നെ ഭാരതഭൂമിയിലെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന വിത്ത് എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. ഏ ജീവൻദായി അനന്യ അന്നാത്മാധേ, അന്നത്തിൻ്റെ ആത്മാവായിരുന്നു. എന്താ പറയുന്നത്? നമുക്ക് അപ്രാപ്യമായിട്ടുള്ള അനന്യമായിട്ടുള്ള അന്നാത്മാവായിരുന്നു ഈ വിത്ത് എന്നാണ് പറയുന്നത്. ജീവൻദായി അന്നാത്മാധേ, ജീവൻ കൊടുക്കുന്ന അന്നാത്മാവായിരുന്നു. जो यहाँ बस बहुत बूढ़े किसानों की स्मृति में ही बचे हुए हैं, अब उसकी याद मात्र रखेगी. ഇപ്പം അതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഏ പരമ്പരാഗത ബീജിക്ക് യാദ് മാത്ര രഖേഗി, അതിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ബഹുത്ത് ബൂഢെ കിസാനോं की स्मृति में ही ये परंपरागत बीज बचे हुए हैं. ഇനി എന്താ പറയുന്നത്? വളരെ പ്രായം ചെന്ന കർഷകരിലെ കൃഷിക്കാരുടെ ഓർമ്മയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള വിത്ത് അവശേഷിക്കുന്നുള്ളൂ. ഏ യാദ് ബി ഫീക്കി ഹോ ജായകി, അതിൻ്റെ ഓർമ്മകൾ തന്നെ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ബൂഢെ കിസാനോं സ്മൃതിമേ ഏ പരമ്പരാഗത ബീജ് ഹേ, അവരുടെ മനസ്സിൽ മാത്രമുള്ളത് ഓർമ്മയിലുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്കി യാദ് മാത്രം രഖേഗി, അതിൻ്റെ ഓർമ്മ മാത്രമായിട്ട് അവശേഷിക്കുകയാണ് അവിടെ. ദിനോം ദിൻ धुंधलाते दूर से दूर तक खोए जाते निर्जल अतीत में. दिनों दिन धुंधलाते, धुंधलाना എന്ന് പറഞ്ഞാൽ ഫീക്ക പड़ जाता है, മങ്ങ. പ്രതിദിൻ ये धुंधलाते हैं, സ്മൃതി സേ धुंधलाते हैं, അവരുടെ ഓർമ്മയിൽ നിന്നത് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൂർ സേ ദൂർ തർ ഖോയെ ജാത്തെ, വളരെ അകലങ്ങളിൽ നിന്ന് അതെല്ലാം നഷ്ടപ്പെട്ട ഓർമ്മകളിൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഖോയെ ജാത്തെ ഹേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ട ഹോ ജാത്തെ ഹേ. നിർജൽ അധീത് മേ ജാത്തെ ജാത്തെ ഹമേ സജൽ ആംഖോം സേ ദേത്തെ ഹേ. ഇപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നത് പാനി ബഹുത്ത് കം ഹോ ഗയാ ഹേ, ഇവിടെ വെള്ളമൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നത്. ജാത്തെ ജാത്തെ ഹമേ സജൽ ആംഖോം സേ ദേത്തെ ഹേ, ഈ വിത്ത് നമ്മളെ വളരെ എന്താ പറയുക നനഞ്ഞ കണ്ണുകളോട് നോക്കുകയാണ്. അതായത് കണ്ണീരണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് വിത്തുകൾ നമ്മൾ നോക്കുന്നത്. കാരണം വെള്ളം കുറവാണ്, വിത്തിന് നനയ്ക്കാനായിട്ട് വെള്ളമില്ല എന്നാണ് പറയുന്നത്. കി ഹാം ഹമാരി ബി ആങ്കെ സജൽ ഹോത്തെ ഹേ, നമ്മുടെ കണ്ണുകളും ഇത് കാണുമ്പോൾ ഹമാരി ബി ആങ്കെ സജൽ ഹോത്തെ ഹേ, നമ്മുടെ കണ്ണിലും വെള്ളം നിറയുന്നു. കാരണം ക്യോങ്കി പാനി ബഹുത്ത് കം ഹോ രഹാ ഹേ, അവിടെ വെള്ളം വളരെ കുറവാണ്. ഇവിടെ നമ്മുടെ പരമ്പരാഗത ബീജാണെങ്കിൽ പാനി ബഹുത്ത് കം ചാഹിയേത്ത, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വിത്തിന് വളരെ കുറച്ച് വെള്ളം മതി എന്ന് പറയുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച്. ഇവിടെ പറയുന്നുണ്ട് എന്താ എങ്ങനെയുള്ളതെന്ന് പറയുന്നത്? ഉനെ ബസ് അഞ്ചുരി ബർക്കി ജൽ ചാഹിയെ ജീത്തെ ജി സിഞ്ചൻ കെ ലിയേ ഹമാര പരമ്പരാഗത ബീജ് കെ ലിയേ, നമ്മുടെ പരമ്പരാഗതമായിട്ട് ഭാരതത്തിൽ കൃഷി ചെയ്യുന്ന വിത്തിനാണെങ്കിൽ എന്താ പറയുന്നത്? അഞ്ചുരി ബർഹി ജൽ ചാഹിയെ, അഞ്ചുരി എന്ന് പറഞ്ഞാൽ അഞ്ചലി, കൈക്കുമ്പിളിൽ ഉള്ള ഒരു കൈക്കുമ്പിൾ നിറച്ച് വെള്ളം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് വെള്ളം മതി പരമ്പരാഗതമായിട്ടുള്ള വിത്തിനെന്നാണ് പറയുന്നത്. जीते जी सिंचन के लिए, यहाँ सिंचाई के लिए, ये बीज को सिंचाई के लिए बहुत कम पानी चाहिए था, വളരെ കുറച്ച് വെള്ളം മാത്രമാണ് വേണ്ടിയിരുന്നത്. കേവൽ അഞ്ചുരി ബർക്കി പാനി ചാഹിയേ, കൈക്കുമ്പിളിലെ വെള്ളം മാത്രം അത്രയ്ക്കേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പറയുന്നത്.
यहाँ सिंचन के लिए और अब तर्पण के लिए बस अंजुरी भर ही जल वे नहीं है आधुनिक पुष्ट दुष्ट संकर बीज എന്താ പറയുന്നത് യഹാ സിഞ്ചായി के लिए ഇവിടെ പറയുന്നുണ്ട് ഏവച്ച് ബീജ് കോ യഹാ ഹഷ്ട് പുഷ്ട് അല്ലെങ്കിൽ പുഷ്ട് ദുഷ്ട് കഹാകയാഹി നല്ല തടിച്ചു കൊഴുത്ത് അല്ലെങ്കിൽ എന്താ പറയുക സങ്കര ഇനം വിത്തായിട്ട് അതിനെ പറയാൻ കാരണം എന്താണെന്ന് പറയുന്നത് ഇസ് കാരണം സെ ഇവിടെ ആ വിത്ത് അതായത് പുറമേ നിന്നുള്ള വിത്തുകൾ നമ്മൾ സങ്കര ഇനം വിത്തുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താവശ്യം വരുന്നു പാനി ബഹുത് അധിക് ഉപയോഗർത്തേഹേ വളരെയധികം വെള്ളം അവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറയുന്നത് ഇസ് കാരണം സെ ഹമാരെ പാനി സമാപ്ത് ഹോ രഹാ ഹേ നമ്മുടെ വെള്ളം അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് यहाँ तर्पण के लिए या अर्पण के लिए तर्पण എന്ന് പറഞ്ഞാൽ अर्पण के लिए भी പാനി നഹി മിൽത്താ ഹേ അർപ്പണം ചെയ്യാനായിട്ടുള്ള തർപ്പണം ചെയ്യാനായിട്ടുള്ള വെള്ളം പോലും നമുക്ക് കിട്ടുന്നില്ല ഗേത്തോമേ ബീജുക്കോ സിഞ്ചായി കേലിയെ വിത്തിനെ നനയ്ക്കാനായിട്ട് വെള്ളം കിട്ടുന്നില്ല അർപ്പണത്തിനും വെള്ളം കിട്ടുന്നില്ല ബസ് അഞ്ചുരി ബർഹി ജൽ അതായത് കൈക്കുമ്പിളിലെ അത്രയും വെള്ളം പോലും നമുക്ക് എടുക്കാനില്ല എന്ന് പറയുന്നത് വെള്ളം കിട്ടാനില്ല എന്ന് പറയുന്നത് സിഞ്ചായി കേലിയെ और अर्पण के लिए പാനി നഹി മിൽത്താ ഹേ വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആധുനിക സമയമേ പാനിക്ക് കമ്മി ഹോനേക്കെ കാരണം അതായത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വെള്ളത്തിൻ്റെ കുറവ് കാരണം അവർ ഇവിടെ പറയുന്നുണ്ട് കാഫി ജൽ ലേനേക്കിലെ സിഞ്ചായിക്കേലിയെ കാഫി ജൽ ലേനേക്കേലിയെ ഇസ് കാരൻ ലേനേക്കെ കാരൻ പാനി ബഹുത്ത് കമ്മി ഹോത്തി ഹേ അവിടെ വെള്ളം വളരെ കുറഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നനയ്ക്കാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട് പരമ്പരാഗത വിത്താണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ആവശ്യമുള്ളൂ ഇവിടെ പറയുന്നുണ്ട് ആധുനിക പുഷ്ട് ദുഷ്ട് സംകർ ബീജ് ये बीज को एवच बीज को धरती भर का जल चाहिए केवल अंजलि भर का जल नहीं है यहाँ धरती भर का जल चाहिए ആ ഒരു ഭൂമി മുഴുവനുള്ള വെള്ളം അതായത് ഒരു തുള്ളി വെള്ളം പോരാ ഒരുപാട് വെള്ളം അവിടെ ആവശ്യമുണ്ട് क्रीम पाउडर की तरह देह में रासायनिक खाद कीटनाशक मले बड़े बड़े बांधों के डुबाऊ जल के बाथ टब में नहाते लहलहे അപ്പോൾ ഇവിടെ ആധുനിക ബീജ് കോ സംകർ ബീജ് കോ ഇവിടെ പറയണ യഹാ ധർത്തി ബർക്കി ജൽ ചാഹിയെ ആധുനിക संकर बीज को पलने के लिए धरती भर जल चाहिए धरती भर का जल चाहिए इसलिए इस संकर बीज को पुष्ट दुष्ट बीज कहा गया है अष्ट दुष्ट അല്ലെങ്കിൽ പുഷ്ട് ദുഷ്ട ബീജ് കഹാ ഗയാ ഹെ इसलिए ഈ കാരണം കൊണ്ടാണ് അതിനെ എന്താ പറയുന്നത് ദുഷ്ടത കൊണ്ട് പുഷ്ടിപ്പെട്ട ബീജം എന്ന് വിത്ത് എന്നതിനെ പറയുന്നത് വീണ്ടും പറയണ ഇവിടെ इस कारण से यहाँ पानी बहुत अधिक पानी लेने के कारण यहाँ पानी समाप्त हो रहा है ഒരുപാട് വെള്ളം എടുക്കുക കാരണം അവിടെ വെള്ളം ഇല്ലാതെയാവാണ് അത് സിഞ്ചനെ കേലിയെ അർപ്പൺ കേലിയെ പാനി നഹി മിൽത്താ ഹേ ഇവിടെ അതിനൊന്നും വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വീണ്ടും പറയണ क्रीम पाउडर की तरह आज हम जिस प्रकार क्रीम और पाउडर हमारे ശരീർ മേ ലഗാത്തേ ഹേ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എങ്ങനെയാണ് ക്രീമും പൗഡറൊക്കെ നമ്മൾ പുരട്ടുന്നത് ക്രീം പൗഡർ കി തര എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ക്രീമും പൗഡറും പുരട്ടുന്നത് ഉസി പ്രകാർ ആ തരത്തിൽ തന്നെ യഹാം ഭാരത് കെ ഖേത്തോ മേ രാസായനിക് ഖാദ് और कीटनाशक മലേ लगते हैं അല്ലെങ്കിൽ ലഗാത്തേ ഹേ യാ ചിടക്തേ ഹേ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എങ്ങനെയാണ് ക്രീമും പൗഡറും നമ്മൾ എത്രത്തോളമാണ് ഉപയോഗിക്കുന്നത് പുരട്ടുന്നത് അതേപോലെ നമ്മുടെ ഭാരതത്തിലെ വയലുകളിലെ രാസവളങ്ങളും വിഷം നിറഞ്ഞ കീടനാശിനികളും ചിടക്തേ ഹേ തളിക്കുന്നു അല്ലെങ്കിൽ മൽത്തേ ഹേ മല്ല എന്ന് പറഞ്ഞാൽ പുരട്ടുക बड़े बड़े बांधों के डुबाव जल के बाथ टब में नहाते लहलहे ഇവിടെ എന്താ പറയുന്നത് ബഡേ ബഡേ ബാന്തോം കെ ബാന്ത് എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകൾ
അണക്കെട്ട്. ബഡേ ബഡേ ബാന്തോം കോ ബൻ ഗയേ ഹേ, വലിയ വലിയ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലങ്ങൾ, അണക്കെട്ടുകൾ അവിടെ ഉണ്ടാക്കുന്നു. ഉസ് ബാന്ത് കെ ഡുബാവ് ജൽ കെ ഹമേം ബാത്ത് ടബ് കെ ലിയേ ഉപयोग करते हैं. ये बांधों को, बड़े बड़े बांधों को हम बात टब के रूप में मानते हैं. ഈ വലിയ വലിയ ഈ അണക്കെട്ടുകൾ, അതായത് ഡുബാവ് ജൽ കെ ബാത്ത് ടബ് മാൻകർ നഹാത്തെ ഹേ, ഈ വെള്ളം മുങ്ങി നിൽക്കുന്ന, ഡുബാവ് എന്ന് പറഞ്ഞാൽ മുങ്ങി നിൽക്കുന്ന ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബാത്ത് ടബ് കെ രൂപ മേ മാൻതേ ഹേ. ഉസി പ്രകാർ മാൻകർ, ബാത്ത് ടബായിട്ട് കണക്കാക്കിയിട്ട് ഹം ലോഗ് നഹാത്തെ ഹേ और വിഹാർ കർത്തേ ഹേ, ലഹ് ലഹാത്തെ ഹേ, നമ്മളതിൽ കുളിക്കുന്നു, അതിൽ കളിച്ച് തിമിർക്കുന്നു. അപ്പം നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് പോലും പാനി ബി വിഷേല പഞ്ചാത്ത ഹേ, വെള്ളം പോലും അവിടെ എന്തായി മാറുന്നു? വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ധാന്യങ്ങൾ, വിത്തുകൾ, അതെന്തായിത്തീരുന്നു? എന്തുപയോഗിച്ചതുകൊണ്ട്? രാസായനിക് ഖാദർ കീടനാശകെ കാരൻ, ഈ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുക കാരണം ഹമാര ബീജ് ബി വിഷേല ഹോ ജാത്തെ ഹേ, വിത്തും എന്തായിത്തീരുന്നു? വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു. യഹാ ഭാരത് കെ അന്ന ഔർ ജൽ ദോനോം വിഷേല ഹോ ജായേഗ, ഇത് രണ്ടും, നമ്മുടെ അന്നം എന്ന് പറയുന്നത്, നമ്മുടെ ചോറ് എന്ന് പറയുന്നത്, അരി, അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളവും എന്തായി മാറുന്നു? വിഷേല ബഞ്ചാത്ത ഹേ, വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു. യഹാം ബഡേ ബഡേ ബാന്തോം കോ ബൻഗയേ ഹേ, വലിയ വലിയ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലങ്ങൾ, അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. യഹ് ഡുബാവ് ജൽക്കോ യഹാം ബാത്ത് ടബ് മാൻകർ ഹം ലോഗ് നഹാത്തെ ഹേ और ലഹ് ലഹാത്തെ ഹേ, നമ്മളതിൽ കുളിക്കുകയും കളിക്കുകയും ചെയ്യുന്നു. वह संकर बीज को अपनाने की हालत में यहाँ पानी की कमी हो रही है. ഇവിടെ ഈ സങ്കരയിനം വിത്തുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, പുറമേ നിന്ന് വരുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിത്തുകൾ, അതിൻ്റെ കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക, കാരണം സ്വന്തമാക്കേണ്ടത് കൊണ്ട് നമ്മുടെ പാനി കി കമി ഹോ ഗയി ഹേ, നമ്മുടെ വെള്ളത്തിനവിടെ കുറവ് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീജ് വേദ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ പരമ്പരാഗതമായിട്ടുള്ള വിത്ത്, അതിനെ ബഹിഷ്കരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സങ്കരയിനം വിത്തുകൾ, അതായത് വിത്ത് സംഭരണ കേന്ദ്രങ്ങളിലൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ച ആ വിത്തുകൾ നമ്മുടെ ഭാരതത്തിലേക്ക്, വയലുകളിലേക്ക് വരുമ്പോൾ അതിന് കൂടുതലായിട്ടും വെള്ളം, വളമൊക്കെ ആവശ്യമായിട്ട് വരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട്, അതിന് വളരാനായിട്ട് വെള്ളം മാത്രമല്ല, കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത് കീടനാശിനികളാണ്, അതുപോലെ തന്നെ രാസവളങ്ങൾ, ഇതും അവരെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഉപയോഗത്തിൽ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളം പോലും, ഒരു അമ്മയുടെ പാല് പോലും അവിടെ വിഷം നിറഞ്ഞതായിട്ട് മാറുന്നു എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മറി വേണമെങ്കിൽ ഒന്ന് നോക്കാം. കാവ്യസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ज्ञानेंद्र की कविताओं में जड़े लोग की मन माटी में गहरे दमसी है तो छोटी से छोटी सच्चाई को भी सहेजने का जतन करती है. ഇവിടെ എന്താ പറയുന്നത്? ജ്ഞാനേന്ദ്രപതിയുടെ കവിതകളിലെ ജഡേം ലോക് കി മൻമാട്ടിമേം, അതായത് കവിതകളിലെ വേരുറപ്പിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിലും ഹൃദയത്തിലും ആഴത്തിലുള്ള എന്താ പറയുക, ദംസി ഹേത്തു, അതായത് വളരെ ആഴത്തിൽ നാശമുണ്ടാക്കുന്നതാണെങ്കിലും ചോട്ടീസെ ചോട്ടി സച്ചായി കോപി, അതിലെ ചെറിയ ചെറിയ സത്യങ്ങൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ഉള്ളൊരു ഉത്തമ ബോധ്യം കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നശിപ്പിക്കുന്ന തരത്തിലാണെങ്കിലും ചെറിയ ചെറിയ സത്യത്തെ നമുക്ക് തുറന്നു കാണിക്കാനായിട്ട്, അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഉത്തമ ബോധ്യം കൂടി കവി നമുക്കിവിടെ തരുന്നുണ്ട്. बीज विदा के अंतर्गत
कवि कवि मन बहुत ही गहरी അനുഭൂതി से गुजरता है. ബീജ് വ്യത എന്ന് പറയുന്ന ഈ കവിതയുടെ ഉള്ളിൽ കവിയുടെ മനസ്സിൻ്റെ വളരെ ആഴത്തിലുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കവി ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വേ ബീജ് ജോ കി ഗാँव की बखारियों कुठलों और हंडियों में सहेज कर रखते गेतों में अंकुरित होने की उम्मीद में दिनों दिन सूखते चले गए. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തിട്ട് വിത്തിനുള്ള നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായി ഉണക്കി എടുത്തു വയ്ക്കുന്നു. ഇപ്പോൾ വെയിലത്തിട്ട് ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങുന്നതല്ല, കുറച്ച് ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ വിത്ത് ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ വേ ബീജ് ജോ കി ഗാँव की ബഖാരിയോം, ബഖാരി എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ, ഗലിഹാൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എവിടേക്കാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്? ധാന്യപ്പുരകളിൽ. കുട്ടലോം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാത്രങ്ങളിൽ, പത്തായങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട്. ഹണ്ടിയോമേ, ഹണ്ടി എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങൾ. അപ്പം മരം കൊണ്ടുള്ള പാത്രങ്ങൾ, അതായത് പത്തായം എന്നൊക്കെ പറയും, സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊക്കെ സഹേജ് കർ രഖേത്തേ, അതിലൊക്കെ നമ്മൾ സംരക്ഷിച്ച് സുരക്ഷിതമായിട്ട് വിത്ത് ഉണക്കിയെടുത്തു വയ്ക്കും. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഗേത്തോമേ അങ്കുരിത് ഹോനയ്ക്ക് ഉമ്മീതുമേ, ഈ വയലുകളിൽ അങ്കുരിത് ഹോനയ്ക്ക്, അങ്കുരിത് ഹോന എന്നാൽ മുളച്ചു വരാനായിട്ടുള്ള ഒരു ആശയോട് കൂട്ടിയിട്ട്, ഉമ്മീതുമേ ആ ഒരു ഹോപ്പിൽ, ഒരാശയിൽ ദിനവും ദിൻ സൂക്തേ ചലകയെ, അതായത് ദിവസം തോറും അതിനെ ഉണക്കിയാണ് എടുത്തു വയ്ക്കുക. ആ മേഘങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നതുല്യ മേഘ ഏ ദേക്തേത്തെ, അതായത് ഉച്ചവെയിലിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിത്ത് കിടന്ന് ഉണങ്ങുന്നത് മേഘം, സ്വപ്നതുല്യമായിട്ടുള്ള മേഘം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്നത്. ഇനി അത് പറയുന്നത് ഭാരത് ഭൂമിക अन्नमय कोश बनने की उनकी आकांक्षा तब धूमिल हो जाती है जब भारत के गेतों पर छा जाने के लिए सुदूर पश्चिम से पुष्ट दुष्ट संकर बीज आ जाते हैं. ഇവിടെ അന്നമയ കോശ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യശേഖരം. ഇപ്പോൾ ഭാരതഭൂമിയുടെ, നമ്മുടെ ഭാരതത്തിലെ ഭക്ഷ്യശേഖരം അല്ലെങ്കിൽ അന്നശേഖരത്തിൽ, ഭക്ഷ്യശേഖരം അതിനെ ഉസ്കി ആകാംക്ഷ തബ് ധൂമിൽ ഹോത്തി ഹേ, അതിൻ്റെ ആകാംക്ഷ, ആ ഭക്ഷ്യശേഖരത്തിൻ്റെ ആകാംക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഉത്സാഹം അവിടെ ധൂമിൽ ഹോ ജാത്തി ഹേ, ഫീക്കപ്പെട്ട് ജാത്ത ഹേ, അത് മങ്ങുന്നു. എപ്പോഴാണെന്ന് പറയുന്നത്? ജബ് ഭാരത് കെ ഗേത്തോം പർ ഛാ ജാനെ കെ ലിയെ, ഭാരതത്തിലെ വയലുകളിലേക്ക് അവിടെ വ്യാപ്ത് കർണേക്ക് ലിയെ, അവിടെ പരക്കാനായിട്ട് വ്യാപിക്കാനായിട്ട് സുദൂർ പശ്ചിം സേ, പശ്ചിമ രാജ്യങ്ങളിൽ നിന്ന്, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് പുഷ്ട് ദുഷ്ട സങ്കർ ബീജ് ആജാത്തെ ഹേ, എപ്പോഴാണെന്ന് പറയുന്നത്? ദുഷ്ടതയോടെ പുഷ്ടിപ്പെട്ട സങ്കരയിനം വിത്തുകൾ നമ്മുടെ ഭാരതത്തിലേക്ക് പടിഞ്ഞാറുന്നു വരുന്നു. അപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, അതായത് ഈ ഭക്ഷ്യശേഖരത്തിൻ്റെ ഫീക്ക പടിജാത്തെ ഹേ, നമ്മുടെ ഭക്ഷ്യശേഖരം തന്നെ അവിടെ മങ്ങുന്നു എന്ന് പറയുന്നത്. साथ ही रासायनिक खादों, कीटनाशकों और जहरीले संयंत्रों की आयातित तकनीक भी आ जाती है. ये सुदूर पश्चिम से आने वाली संकर बीज के अलावा, ഇത് കൂടാതെ എന്താ പറയുന്നത്? ഈ വിത്ത് കൂടാതെ എന്തൊക്കെ പിന്നെ ഇറക്കുമതി ചെയ്യുന്നത്? രാസായനിക ഖാദ്, രാസവളങ്ങൾ, കീടനാശിനികൾ, അവർ ജഹരിയിലെ സംയന്ത്രം കി, വിഷം നിറഞ്ഞ യന്ത്രങ്ങൾ, യന്ത്രസമൂഹങ്ങൾ, വിഷമടിക്കുന്നത്, അത് ആയാതിത് തക്നീക്ക് ബി ആ ജാതി ഹേ, ആയാതിന്ന് ഇറക്കുമതി, ഇമ്പോർട്ട് ചെയ്യുക. ടെക്നിക്ക് എന്ന ടെക്നിക്കുകൾ ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നു. യന്ത്രസമൂഹങ്ങൾ, വിഷം തളിക്കുന്ന യന്ത്രങ്ങൾ, ഇതെല്ലാം ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നത്. യഹാം കെ അന്ന ജൽ മേ ജഹർ ബർനാ തോ തൈ ഹി ഹേ കി മാം കി ജാതി കെ ദൂത് മേ ബി ബഗേർ കുഹറാം കഹർ ഠാനെ വാലി സ്ഥിതി ഉൽപ്പന്ന ഹോ ചുകി ഹേ. ഇവിടെ പറയണേ, നമ്മുടെ അന്ന ഔർ ജൽമേ, നമ്മുടെ ഭാരതത്തിൻ്റെ അന്നത്തിലും വെള്ളത്തിലും ജഹർ ബർണ, വിഷം നിറയുന്നു. സമയം തൈ ഹി ഹേ, ഇവിടെ ഉറപ്പിക്കണം നമ്മൾ. എന്താണ് തൈ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, തീരുമാനിക്കുക. എന്താണ്? മാം കി ചാത്തിക്ക് ദൂത് മേ ബി, അമ്മയുടെ നെഞ്ചിൽ നിന്ന്, അതേ മാറിടത്തിൽ നിന്ന് വരുന്ന പാലിൽ പോലും, കുഹറാ കഹർ ധാന്യവാലി സ്ഥിത് എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചിലെ എന്താണെന്ന് പറയുക? കഹർ ധാന്യവാലി സ്ഥിത് ഉൽപ്പന്ന ഹോ ചുകി ഹേ. കഹർ ധാന്യവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗത്ര, നാശ് കർണേവാലി ഗത്ര, അതായത് എല്ലാം നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അപകടം, നാശത്തിൻ്റേതായിട്ടുള്ള അപകടം, ഡേഞ്ചർ, അത് എന്തായി തരുമെന്ന് പറയുന്നത്?
അമ്മയുടെ പാലിൽ പോലും അത് നിറയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതി അവിടെ ഉൽപ്പന്നമാകുന്നു, ഉണ്ടാകുന്നു. अब तो बखारी में बंद बीज बस बूढ़े किसानों की स्मृति में ही बसे हुए हैं. ഇപ്പോൾ ബഖാരി മേ ബന്ദ് സൂഖേ ബീജ്, അതായത് നമ്മൾ ധാന്യപ്പുരകളിലൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഈ വിത്തുകൾ, ആ വിത്തുകളെക്കുറിച്ച് ആർക്ക് മാത്രമാണ് ഓർമ്മയുള്ളോ? ബൂഢേ കിസാനോ കി സ്മൃതി മേ ഹി ബസേ ഹുയേ ഹേ. വൃദ്ധന്മാരായിട്ടുള്ള, അതായത് പ്രായമായിട്ടുള്ള കൃഷിക്കാരുടെ മനസ്സിൽ മാത്രമാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിത്തിനെ കുറിച്ചുള്ള ഓർമ്മകളുള്ളൂ എന്നാണ് പറയുന്നത്. जहाँ उन बीजों को सिंचित होने के लिए केवल अंजुरी भर जल चाहिए होता था, इन पुष्ट दुष्ट संकर बीजों को जो कि अपने बदन पर क्रीम पाउडर की तरह रासायनिक खाद कीटनाशक मले हुए हैं, बड़े बड़े बांधों के डुबाव जल की आवश्यकता है. എന്താ പറയുന്നത്, ഇവിടെ ഒരു ബീജോംക്കോ, നമ്മുടെ പരമ്പരാഗത ബീജോംക്കോ, നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യ വിത്ത്, അതിനെ നനയ്ക്കുന്നതിന് വേണ്ടി, സിഞ്ചിതോനയിലെ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേവൽ അഞ്ചുരി ബർജൽ, അതായത് ഒരു കൈക്കുമ്പിളിൽ നിറച്ചുള്ള വെള്ളം മാത്രമേ വേണ്ടൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ സുദൂർ പശ്ചിം സേ ആനെ വാലെ ഈ സങ്കർ ബീജോംക്കോ, ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഈ ദുഷ്ടരായിട്ടുള്ള അല്ലെങ്കിൽ സങ്കരയിനം വിത്തുകൾക്ക് എന്താ വേണ്ടത്? അപ്പനെ ബദൻ പർ ക്രീം, ഇവിടെ ധർത്തി പർ ജൽ ജാന ചാഹിയ, ഇവിടെ എന്താ പറയുന്നത്, ഒരു ഭൂമി നിറച്ചുള്ള വെള്ളം വേണം. ഒരു അണക്കെട്ടുണ്ടായാലും മതിയാവില്ല എന്ന്, അത്രയും വെള്ളം വേണം ഈ സങ്കരയിന വിത്തിനെ നനച്ച് വളർത്താനായിട്ട്, അത്രയും വെള്ളം വേണം എന്ന് പറയുന്നത്. ഇവിടെ പറയണേ അപ്പനെ ബദൻ പർ ക്രീം പൗഡർ കീത്തര. ഇപ്പോൾ ഈ സങ്കരയിന വിത്തുകളിൽ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നത്, കൃഷി പാടത്ത് എന്ത് ചെയ്യുന്നെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ അപ്പനെ ബദൻ പർ, അപ്പനെ ശരീർ പർ ക്രീം പൗഡർ കീത്തര, നമ്മൾ ക്രീമും പൗഡറൊക്കെ നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്നത് പോലെ, ജിസ് പ്രകാർ ഹമാരെ ശരീർ പർ ക്രീം ഓർ പൗഡർ ലഗാത്തെ ഹേ ഉസി പ്രകാർ, നമ്മുടെ ശരീരത്തിൽ പൗഡറും ക്രീമും പുരട്ടുന്ന പോലെയാണ് അപ്പനെ ഗേത്തോമേയും അപ്പനെ ബീജമേയും പാടത്ത് വയലുകളിൽ എന്ത് ചെയ്യുന്നു, രാസായനിക് ഘാതവർ കീടനാശക് ജഹരിയിലെ വിഷയിലെ കീടനാശം മലഹുയേ ഹേ ലഗാത്തേ ഹേ, അതായത് വിഷം നിറഞ്ഞ കീടനാശിനികളും രാസവളങ്ങളും അവിടെ അവരെ അടിക്കുന്നു, പുരട്ടുന്നു, തെളിക്കുന്നു. ബഡേ ബഡേ ബാന്തോം കെ ഡുബാവ് ജൽക്കി ആവശ്യകത ഹേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് വളരാനായിട്ട് എന്ത് വേണമെന്ന് പറയുന്നത്, ബഡേ ബഡേ ബാന്തോം കെ ഡുബാവ്, അതായത് വലിയ വലിയ അണക്കെട്ടിൻ്റെ അത്ര വെള്ളം കെട്ടി നിൽക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ, അത്രയും മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നു എന്ന് പറയുന്നത്. ഈ വിത്തിന് വളരാനായിട്ട് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ बीजों का व्यापन, അതായത് പശ്ചിम देश से आने वाले संकर बीजों का व्यापन यहाँ मुख्य विषय है. അതായത് പുറത്തുനിന്ന് വരുന്ന വിത്തുകളാണ് നമ്മുടെ കവിതയുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. यहाँ പാഠകോं को സചേത കരാന കവിത का ലക്ഷ്യ है, അതായത് വായനക്കാരനെ ഒന്ന് ഉണർത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് വിഷം നിറഞ്ഞ പച്ചക്കറികളായാലും അതുപോലെ തന്നെ ധാന്യങ്ങളായാലും എല്ലാം വിഷമയമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും വിഷമയമാണ്. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ കുടിക്കുന്ന പാല് പോലും വിഷമയമായിട്ട് മാറുകയാണ്. അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.